അങ്ങനെ ദുരന്തഭൂമിയിലേക്ക് ജനനായകൻ എത്തിയിരിക്കുകയാണ്. കുറച്ച് ജീവനുകൾ പ്രധാനമന്ത്രിയെ കാണാൻ കാത്തിരിക്കുമ്പോൾ അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ അടുത്തേക്ക് കണ്ണീരകറ്റാൻ നരേന്ദ്രമോദി വയനാട്ടിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആവശ്യങ്ങളുമായാണ് പ്രധാനമന്ത്രിയെ കാണാൻ വയനാട് കാത്തിരിക്കുന്നത്. എല്ലാ ക്യാമ്പുകളിലുമുള്ള ദുരിതബാധിതരെ സന്ദർശിക്കാനാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനം. വയനാട് ഒന്നാകെ കാത്തിരിക്കുന്നത് നഷ്ടപ്പെട്ടവർക്ക് അർഹമായത് ലഭിക്കുമെന്ന ഉറപ്പോടെയാണ്, വിശ്വാസത്തോടെയാണ്. ആദ്യം ദുരന്തഭൂമിയിലും പിന്നീട് ക്യാമ്പുകളിലും ആശുപത്രികളിലുമായാണ് സന്ദർശനം ഉണ്ടാവുക. കനത്ത സുരക്ഷ ഒരുക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരനെ അടുത്തു ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വേണ്ടത് ചെയ്യാനാണ് തീരുമാനം. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും പുറമെ സൈനിക മേധാവികളും സ്വീകരിക്കാനായി എത്തിയിരുന്നു. വയനാടിനും കേരളത്തിനും മുഴുവനായുള്ള ആവശ്യങ്ങളാകും കേരളം പ്രധാനമന്ത്രിക്ക് നൽകുന്ന നിവേദനത്തിൽ പറയുക. വയനാടുമായി ബന്ധപ്പെട്ട് നിരവധി സഹായങ്ങളാണ് കേന്ദ്രം നൽകുമെന്ന് ഒരു നാടാകെ പ്രതീക്ഷിക്കുന്നത്. ഉറ്റവരെ നഷ്ടമായവർ, വീടുകൾ നഷ്ടപ്പെട്ടവർ, കടകൾ നഷ്ടപ്പെട്ടവർ, കൃഷിസ്ഥലം നഷ്ടപ്പെട്ടവർ എല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയാണ് മോദി. മനോഹരമായ 2 തേയിലത്തോട്ടങ്ങൾക്കിടയിലുള്ള 2 ഗ്രാമങ്ങളെ തൂത്തെറിഞ്ഞ ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് മനസ്സിലാക്കാനാണ് ഈ സന്ദർശനം. വയനാടിന്റെ പ്രതീക്ഷകൾ ഉയർത്താനും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനായി ഇതാ ഒരു ജനനായകനെ അവർക്ക് കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. വയനാട് ഉരുൾപൊട്ടൽ ഒരു ദേശീയ ദുരന്തമായി ഏറ്റെടുക്കണമെന്ന തീരുമാനമാണ് കേരളം മുന്നോട്ട് വെക്കുന്നത്. രാവിലെ 11 മണിക്ക് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ദുരന്ത മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തി. പ്രധാനമന്ത്രിയുടെ വരവിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. കേരളത്തിലെത്തിയാൽ പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രിയുമായി സംസാരിക്കും. വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തിയത്. പുനരധിവാസം സാധ്യമാക്കുമെന്ന് എത്രയൊക്കെ പറഞ്ഞാലും ശേഷിക്കുന്ന ജീവനുകൾക്ക് സുരക്ഷിതമായ ഒരു സൗകര്യം ഒരുക്കുക എന്നത് അത്ര എളുപ്പമല്ല. പഴയ ജീവിതത്തിലേക്കോ സന്തോഷത്തിലേക്കോ എത്തിക്കാൻ കഴിയില്ല. എങ്കിലും പുനരധിവാസം സജ്ജമാക്കുകയാണ് കേന്ദ്രത്തിൻ്റെയും വയനാടിനെ സന്ദർശിക്കുന്നതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ലക്ഷ്യം. പ്രദേശത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ദുരിതബാധിതരുമായി നേരിട്ട് കണ്ട് സംസാരിക്കും. തുടർന്നാകും റിവ്യൂ മീറ്റിംഗ് നടത്തുക. ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി 2000 കോടിയുടെ പ്രത്യേക പാക്കേജിനായി കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് കേരള സർക്കാരിൻ്റെ തീരുമാനം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ ദുരിതബാധിത പ്രദേശങ്ങളിൽ ഇന്നത്തേക്ക് തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നതായി ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. ഞായറാഴ്ച ജനകീയ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. അതേസമയം ജനകീയ തിരച്ചിൽ വരും ദിവസങ്ങളിലെല്ലാം തുടരാനാണ് തീരുമാനം.